ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമായിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരില്ല. എന്തൊക്കെയാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയതുകൊണ്ടായിരുന്നു. ഞായറാഴ്ച നമ്മൾ ദാവീദ് എന്ന് പറയുന്ന ആക്ച്വലി നമ്മുടെ ആന്റണി പെപ്പെ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റിവ്യൂ ഇടാൻ വൈകിപ്പോയി. അന്ന് പടം കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ടയർഡായിരുന്നു. പിന്നെ സമയം കിട്ടിയത് ഇപ്പോഴാണ്. എന്തൊക്കെയാണ് നമുക്ക് നേരെ ടൈം കളയാതെ സിനിമയുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിലോട്ട് പോകാം. പെപ്പയുടെ ഒരു പടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കിൻഡർ ഇടിപ്പടം അതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദാവീദ് എന്ന് പറയുന്ന സിനിമ എക്സ്പെക്ട് ചെയ്ത് ബോക്സിംഗ് പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നെങ്കിലും എൻ്റെ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വരെ ഒരു നിലനിർത്താൻ ഒരു ഡയറക്ടർക്ക് മാറ്റി ചിന്തിപ്പിക്കാൻ സാധിച്ചു. ഇമോഷണലിന് അത്രയേറെ പ്രാധാന്യം നൽകിയാണ് ദാവീദ് എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പെപ്പയ്ക്കൊപ്പം തന്നെ ചിത്രത്തിൽ ശക്തമായിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ ഡിജോ മോൾ ജോസും അവിടെ വില്ലനായിട്ടുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ക്യാരക്ടർ വന്ന കഥാപാത്രം വളരെ മികച്ച ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിജയരാഘവനും. ചിത്രം കഥ പറഞ്ഞ് തുടങ്ങുന്നത് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള, അതായത് യേശുവിനും മുമ്പ് 3000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 300 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കഥയെ ബേസ് ചെയ്താണ് ചിത്രം കഥ പറഞ്ഞ് തുടങ്ങുന്നത്. ശരിക്കും ഗോലിയാത്ത് നായകനാണോ വില്ലനാണോ എന്ന് ഒരു നിമിഷം ചോദിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരെ വെട്ടിവീഴ്ത്തിയ ശേഷമാണ് ദാവീദ് കല്ല് വെച്ചെറിഞ്ഞ് നമ്മുടെ ഗോലിയാത്തിനെ വീഴ്ത്തുന്ന അതേ കഥാഗതിയിലൂടെ ചിത്രം കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കും നായകന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടോ, നെഗറ്റീവ് കഥാപാത്രമാണോ എന്നൊക്കെ. അങ്ങനെ അബു അല്ലെങ്കിൽ ആഷിഖ് അബുവിൻ്റെ കഥയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. തുടക്കത്തിൽ ഫാമിലി ആയിട്ട് പോകുന്ന ചിത്രം സെക്കൻഡ് ഹാഫിലോട്ട് പൂർണ്ണമായിട്ട് ഒരു ബോക്സിംഗ് പശ്ചാത്തലത്തിലോട്ട് തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പ്രേക്ഷകരെ മടുപ്പിക്കാത്ത ചിത്രം കഥ പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ക്ലൈമാക്സിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത സംഭവം തന്നെയായി പോയി എന്നുള്ള ചെറിയൊരു കുറവ്. അതായത് എനിക്ക് തോന്നിയ കാര്യം, നമ്മൾ ബോക്സിങ്ങിൻ്റെ കുറേ പടങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഈ ഒരു രീതിയിൽ ഇത് അങ്ങനെ തീരത്തുള്ളത് എനിക്ക് നേരത്തെ ഒരു മുൻവിധി ഉണ്ടായിരുന്നു. അത് മാത്രം ഒഴിച്ചാൽ ബാക്കി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ മാറ്റി ചിന്തിപ്പിച്ച ഒരു പടമായിട്ട് ദാവീദ് എന്ന് പറയുന്ന സിനിമ മാറി. അതോടൊപ്പം ചിത്രത്തിലെ എടുത്തു പറയേണ്ട നമ്മുടെ പെപ്പയുടെ ആ ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഒരു 2 കാലഘട്ടത്തിലൂടെ പെപ്പയുടെ ക്യാരക്ടർ കാണിക്കുന്നത്. രണ്ടിലും പെപ്പ ആ ഒരു ബോക്സിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആ സംഭവം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ രക്ഷയിട്ടായിരുന്നു. കാരണം കണ്ടിരിക്കാൻ നമുക്കൊരു മടുപ്പ് തോന്നത്തില്ലാത്ത രീതിയിൽ ഇങ്ങനെ ആ ഒരു സിനിമയുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകാൻ ആ ഒരു മ്യൂസിക്കിനും അല്ലെങ്കിൽ BGM ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെപ്പയുടെ അല്ലെങ്കിൽ നമ്മുടെ ആഷിഖ് മകളായിട്ട് വന്ന ആ ഒരു കൊച്ചു നല്ലൊരു അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു കൊച്ചിൻ്റെ സംസാരം കേൾക്കുന്നത് എനിക്ക് പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ മാളികപ്പുറത്തിലെ കൊച്ച് പറയുമ്പോൾ അതിനകത്തെല്ലാം ഒരു ദൈവികമുണ്ട്. പക്ഷേ ഈ ഒരു കൊച്ചെന്ന് പറഞ്ഞാൽ കേട്ടോ, അപ്പോഴാണെങ്കിലും ഇടിക്കുന്നു പറയുന്ന ആ ഒരു ടൈപ്പ് ക്യാരക്ടർ. അതായത് നമുക്ക് തോന്നും പെപ്പയുടെ ഒരു ഇടി കാണാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണല്ലോ. പെപ്പയുടെ ഒരു 1.5 ഇടിയൊക്കെ ഉണ്ട് സംഭവം. ആ ഒരു കിൻഡർ ഇടിയൊക്കെ കാണാൻ വേണ്ടി ന്യൂസിലടക്കം നമുക്ക് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് ഫുള്ള് കാണാൻ സാധിക്കുന്നുണ്ട്. ബോക്സിങ്ങിൻ്റെ അവസാന നിമിഷം വരെ ആ ഒരു ത്രില്ല് നഷ്ടപ്പെടാതെ ആ ബോക്സിങ്ങും സംഭവം ചെയ്ത് നല്ല രീതിയിൽ തന്നെ സംഭവം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഗോവിന്ദ് വിഷ്ണു എന്ന് പറയുന്ന ഡയറക്ടറുടെ മികച്ച ഒരു സൃഷ്ടി തന്നെയാണ് ദാവീദ് എന്ന് പറയാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ദാവീദ് എന്ന് പറയുന്ന സിനിമ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്, അതുകൊണ്ട് വരെ മോശമാക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സിൽ ഞാൻ പ്രതീക്ഷിച്ചാണെങ്കിൽ ഏതൊരു ബോക്സിംഗ് പടം അല്ലെങ്കിൽ ഏതൊരു സിനിമയാണല്ലോ അങ്ങനെ ഒരു എൻഡ് ആകത്തുള്ളൂ. ഇതൊരു തമിഴ് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു തമിഴ് സിനിമയുടെ സെയിം പോലെ തോന്നിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ബോക്സിങ്ങിൻ്റെ കുറച്ച് പടങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ മൈൻഡ് വന്നുകൊണ്ടായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ടോട്ടലി നൈസായിട്ട് ഫാമിലി ആയിട്ട് ചേർന്ന് കാണാൻ പറ്റിയൊരു കിടിലൻ ഒരു കോമഡി ഉണ്ട്, ആക്ഷനുണ്ട്, ത്രില്ലറുണ്ട്, എല്ലാവരും ചേർന്നൊരു ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നമുക്ക് കാണാൻ പറ്റിയ ചിത്രമാണ് ദാവീദ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ദാവീദ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം വരും ദിവസങ്ങളിൽ നമ്മുടെ പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.